നിങ്ങൾക്ക് ഓഫീസിലൊന്ന് പോവണ്ടേ? അയ്യോ പോണം, പക്ഷേ ഉച്ചയ്ക്ക് പോയാൽ മതി, ഇനിയും ടൈമുണ്ട്. എൻ്റെ അമ്മ സത്യം ലച്ചു, എന്നെ അങ്ങേയറ്റം നീ വട്ട് കളിപ്പിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ഓർക്കണം, സ്വന്തം ഭാര്യയെ റേപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. എൻ്റെ ഉള്ളിലെ DJ രവിയെ നീ ഉണർത്തരുത് പ്ലീസ്. തന്നെ നോക്കി ദയനീയമായി അങ്ങനെ പറഞ്ഞ അഭിയെ നോക്കി ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അഭിയോട് ചേർന്ന് കിടന്നു. അവൻ്റെ അതിരത്തിൽ സ്നേഹത്തിൻ്റെ തൻ്റെ ചുണ്ടുകൾ അമർത്തി. ചിലരുടെ പ്രണയം അങ്ങനെയാണ്, എത്ര സ്വീകരിക്കരുതെന്ന് കരുതിയാലും സ്വീകരിച്ചു പോകും. അവനിലെ പ്രണയം കൊണ്ടുരുകുന്ന ചൂടിന് അവൾ മഴയായിരുന്നു, എത്ര നനഞ്ഞാലും അതിവരാത്ത മഴ. അഭിരാം വർമ്മ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പോൾ നീ തകർത്തത് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ കണ്ട സ്വപ്നമാണ്. ഒരു പൈസ കയ്യിലില്ലാതെ നടു റോഡിലിരിക്കുന്ന ഒരു പിച്ചക്കാരി പോലെയാണിപ്പോൾ ഞാൻ. എൻ്റെ ഡാഡി, എനിക്ക് വേണ്ടി നിന്നോടുള്ള പക പോലെ വേറൊരാളോടും സൂര്യയ്ക്ക് പകയില്ല. അഭിരാം വർമ്മ ചുറ്റുമുള്ളവർക്ക് തണൽ നൽകി പടർന്നു പന്തലിച്ച ഒരു വൻമരം. നിന്റെ ഓരോ ചില്ല വീതം ഞാൻ വെട്ടി വീഴ്ത്തും, അവസാനം നിന്നെയും. കത്തുന്ന പകയോടെ അരച്ചുപൂട്ടി സീൽ വെച്ച തൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ വെറും നിലത്തവളിരുന്നു. എന്തിനാ രാഹുൽ ഇങ്ങോട്ട് വന്നത്? മുന്നിൽ നിൽക്കുന്ന സൂര്യ അലിവോടെ രാഹുൽ നോക്കി. സൂര്യ, ഞാൻ നിന്നെ കാണാൻ. നിന്റെ പുതിയ രക്ഷകൻ അറിഞ്ഞാണോ? നീ അഭിയേട്ടൻ്റെ കാര്യമാണ് പറയുന്നത്? നാണമില്ലല്ലോ ഒരു അഭിയേട്ടൻ. നിന്റെ ഏത് വകയിലാണ് അവൻ നിന്റെ ചേട്ടനായത്? പിന്നെ എന്താ വിളിക്കേണ്ടേ? അഭിറാം എന്നോ? ഒരു സർക്കാർ അഗതി മന്ദിരം, അതിൻ്റെ ഒപ്പമുള്ള ഹോസ്പിറ്റൽ. എൻ്റെ അമ്മു 8 വർഷം ജീവിച്ചത് അവിടെയാണ്. അവിടെ നിന്നാണ് അഭിയേട്ടൻ ലക്ഷങ്ങൾ മുടക്കേണ്ട അമ്മുവിനെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അതൊന്നും ചെയ്യാൻ എൻ്റെ മാമൻ്റെ മോനല്ല അഭിറാം വർമ്മ. ആ മനുഷ്യനോട് എനിക്കൊരു ബന്ധവുമില്ല. ആകെയുള്ളത് ലച്ചുവിൻ്റെ ഭർത്താവ് എന്നതാണ്. ഞാൻ അവളോട് ചെയ്തു വെച്ചത് നോക്കിയ എന്നെ കൊന്ന് കുഴിച്ചു മൂടണം. പിന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈശ്വരൻ്റെ സ്ഥാനമാണ് ആ മനുഷ്യന്. മതി, നിർത്ത് നിന്റെ അഭിറാം മഹിമ. നീ ഒന്നോർത്തോ, അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടാവും. ഇത് നീ അവനോടൊന്ന് പറഞ്ഞേക്ക്. നീ എന്താ ചുമ്മാ വന്നതാണോ? ഞാൻ നിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നല്ലതൊന്നും നമ്മൾ രണ്ടാളും ചെയ്തില്ല എങ്കിലും നീ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അയ്യോ നന്ദി, ഈ അവസ്ഥയിൽ ഫ്രണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി നിന്നോടൊന്നും സംസാരിക്കാനില്ല രാഹുൽ, കാരണം നിന്റെ ഈശ്വരൻ്റെ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂര്യ, ഞാൻ ഒന്നും പറയണ്ട, നീ പോവാൻ നോക്ക്. അഭിരാം വർമ്മ, അവനും അവൻ്റെ ചുറ്റും ആരൊക്കെ ഉണ്ട്, അവരെല്ലാം എനിക്ക് ശത്രുവാണ്, നീ പോലും. രാഹുൽ പോയ വഴിയെ പകയോടെ നോക്കി സൂര്യ നിന്നു. ലച്ചു, നീ താഴേക്ക് പോവുകയാണോ? പുറത്തേക്ക് പോവാൻ ഡോറ് തുറന്ന ലക്ഷ്മി അഭിയുടെ ചോദ്യം കേട്ട് തിരിഞ്ഞു നിന്നു. അഭിയേട്ട, ഒരല്പം മര്യാദ വേണം. ഒരു കോഫിയായി രാവിലെ വന്നതാ. അമ്മ എന്ത് കരുതും? എൻ്റെ അമ്മ പാവാണ്, അതുകൊണ്ട് അമ്മായി അമ്മ പോരിനൊരു ചാൻസ് ഇല്ല. അതെനിക്കറിയാം അമ്മ പാവാണെന്ന്, പക്ഷേ അവരുടെ മോൻ ശരിയല്ല. എന്താടി എനിക്ക് കുഴപ്പം? അയ്യോ ഒരു കുഴപ്പമില്ല, ആളെ വിടു മനുഷ്യ. ലക്ഷ്മി പോയത് ചിരിയോടെ നോക്കിക്കിടന്നപ്പോഴാണ് അഭി എന്തോ ഓർത്തതുപോലെ ഫോൺ കയ്യിലെടുത്തു. നന്ദി മൃദു, നന്ദി. നിന്നോട് എങ്ങനെയാണ് നന്ദി പറയുക? ഡാ, സ്മരണയില്ലാത്തവന് 2-3 മണിക്കൂറായി സംഭവം നടന്നിട്ട് ഇപ്പോഴാണ് വിളിച്ച് താങ്ക്സ് പറയുന്നത്. എനിക്കൊരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്, മിസ് ചെയ്യാൻ പറ്റില്ല, സോറി. അതൊക്കെ പോട്ടെ, രാമചന്ദ്രൻ എങ്ങനെയാണ് പുറം ലോകം കാണാൻ ചാൻസ് ഉണ്ടോ? അറസ്റ്റ് രേഖപ്പെടുത്തി, ഇപ്പോൾ റിമാൻഡിൽ, പിന്നെ സെൻട്രൽ ജയിൽ സുഖസ്വസ്ഥം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒത്തിരി പണിയുണ്ട്. അഭി ഡ്രഗ്സ് വന്ന വഴി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കുടുങ്ങേണ്ടത് സൂര്യ ആയിരുന്നു. അതിന് നിന്റെ പ്ലാൻ ബി ആയിരുന്നു നല്ലത്. എൻ്റെ മൃദു, നമ്മളെ കടിക്കാൻ വരുന്നൊരു പാമ്പ്, അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കടിക്കുമെന്ന് ഉറപ്പുള്ള ആ പല്ലങ്ങ് തല്ലിക്കൊഴിക്കണം, എന്നിട്ട് അടിച്ചു കൊല്ലണം. അല്ലെങ്കിൽ ഇത്തിരി ജീവൻ ബാക്കി കിടന്ന ഓടി നടന്ന് കടിക്കും. എന്താ നീ പറയുന്നത്? ഇപ്പോൾ ആ സൂര്യ അവൾക്ക് എന്താ തോന്നുക എന്നോ? എന്നെ അങ്ങ് യമപുരിയിലേക്ക് അയക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പമുള്ള ആരെയെങ്കിലും തലയെടുക്കാൻ. അവളുടെ ബുദ്ധി വെച്ച് അവൾ കൊട്ടേഷൻ കൊടുക്കും. ഇനി ആ പേടി വേണ്ട, അതിനു പോലും അവളുടെ കയ്യിലൊരു ചില്ലി ക്യാഷില്ല. എന്താ ബുദ്ധി സമ്മതിച്ചു? നിന്നിൽ നല്ലൊരു പോലീസ് ഓഫീസറുണ്ട്, നമുക്ക് സിവിൽ സർവീസ് ഒന്ന് നോക്കിയാലോ? സിവിൽ സർവീസ് നോക്കണം, പക്ഷേ എനിക്കല്ല, എൻ്റെ അനിയന് രാഹുൽ. പറഞ്ഞാൽ നീ അറിയും. നെക്സ്റ്റ് വീക്ക് തൊട്ട് കോച്ചിങ് തുടങ്ങുക. ഇരിക്കട്ടെ, ഒരു കളക്ടർ എൻ്റെ വക. പൊന്നുമോനെ നമിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇപ്പം നേരിൽ കണ്ടാൽ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. അയ്യോ വേണ്ട, പുറത്തെ ഉമ്മകൾ ഞാൻ സ്വീകരിക്കാറില്ല.
ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ നീ കരുതും പോലെ ഭാര്യയെ പേടിയായിട്ടല്ല. ഞാൻ അങ്ങനെ കരുതുമോ? എന്തായാലും ഭാര്യ ഒരു ഉപദ്രവം ചെയ്യാത്ത ആളെന്ന് മനസ്സിലായി. നല്ലതുപോലെ വാങ്ങിച്ചോ. അപ്പം ശരി, സഞ്ജുവിൻ്റെയും ആമിയുടെയും കല്യാണത്തിന് കാണാം. ശരി, ഞാൻ വിളിച്ചോളാം. മോളെ. രാജയുടെ വിളിയിൽ ലക്ഷ്മി തിരിഞ്ഞു നിന്നു. എന്താ അമ്മ? മോളോട് ഇങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. 30 വർഷമായി ഞാൻ ഗിരിയേട്ടനെ കാണുന്നു. നേരത്തെയുള്ള ഗിരിയേട്ടനായിരുന്നുവെങ്കിൽ നേരത്തെ അവളുടെ കളി കണ്ട അബിയോടും ആമിയോടും എങ്ങനെയാവും പ്രതികരിക്കുക എന്നറിയില്ല. ഇപ്പോൾ ഒത്തിരി മാറി. ഞാൻ എൻ്റെ മക്കളുടെ അച്ഛൻ ഇങ്ങനെ ആവാനാണ് ആഗ്രഹിച്ചത്. എന്തിനാ അമ്മി നന്ദി? അമ്മ, അച്ഛൻ, ആമി, നിങ്ങളെ ഒന്നും ഞാൻ അഭിയേട്ടൻ്റെ മാത്രമായി കാണുന്നില്ല. ഫോട്ടോയിൽ മാത്രം അമ്മയെ കണ്ടു വളർന്ന എനിക്ക് അമ്മ എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. സ്വന്തം മകനെ സ്നേഹിക്കാത്തൊരു പെണ്ണിനെയും ഒരമ്മയും സ്നേഹിക്കില്ല. പക്ഷേ ആ അമ്മ ആ സമയത്തും എന്നെ ചേർത്തു നിർത്തി. അമ്മയുടെ മോനായിരുന്നു ശരി. എന്നിട്ടും അവൻ്റെ സന്തോഷമല്ലേ എൻ്റെയും സന്തോഷം. ഗിരിയേട്ടൻ അവനെ ഒത്തിരി സ്നേഹിക്കുന്നു. പക്ഷേ എന്തോ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെയാണമ്മേ അഭിയേട്ടനും. ഒത്തിരി അച്ഛനെ സ്നേഹിക്കുന്നു. പക്ഷേ എന്തോ. അത് സാരയില്ല മോളി, അതൊക്കെ മാറും. ഇനി ആമിയുടെ കല്യാണം. സഞ്ജു, എനിക്ക് അഭി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എങ്കിൽ തന്നെയും ഇത്ര തിടുക്കം വേണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന്. അമ്മയുടെ സങ്കടം കൊണ്ട് തോന്നുന്നതാണ്. സഞ്ജുവേട്ടനെ ഒത്തിരി സ്നേഹിക്കുന്നു ആമിയെ. എനിക്കറിയാം മോളെ. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഗിരിയേട്ടനെല്ലാം തീരുമാനിച്ചു. എങ്കിലും അവളുടെ കല്യാണം ആമി അകന്നു പോകുന്നു എന്ന് തോന്നൽ. എന്താ ചേച്ചി, അമ്മ എന്താ കരയുന്നത്? ആമിയുടെ ചോദ്യം കേട്ട് ലക്ഷ്മി അവളെ നോക്കി. ആമി പോകുന്ന സങ്കടമാണ് അമ്മയ്ക്ക്. പിന്നെ ഒരു സങ്കടം. ഇനി അമ്മയ്ക്ക് സമാധാനമാണ്. അമ്മയുടെ പുന്നാര മോനെ മാത്രം സ്നേഹിക്കാം. ആരും ഒരു തടസ്സം പറയില്ല. ആമി പറഞ്ഞത് കേട്ട് രാജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യേ അമ്മേ, ഞാൻ ചുമ്മാ പറയുന്നതല്ലേ. എനിക്കറിയാം അമ്മയ്ക്ക് ഞാനും അഭിയേട്ടനും ഒരുപോലെയാണെന്ന്. കരയാതെ. അത് പറഞ്ഞവൾ രാജയെ കെട്ടിപ്പിടിച്ചു. എത്ര തടഞ്ഞു നിർത്തിയെങ്കിലും ആമിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. പിന്നെ ഒരു കാര്യമുണ്ട്. അഭിയേട്ടൻ്റെ വാലിന് അഭിയേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. ഡെയിലി 2 നേരമെങ്കിലും വരും. അപ്പം ഞാനും ഇങ്ങു വരാം. ആ വാലായത് എൻ്റെ ഭാഗ്യം. ദേ ആമി, അവനെ അങ്ങനെ വിളിക്കരുത് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാല് പോലെ പുറകെ നടക്കുന്നതുകൊണ്ടാണ്. അതൊക്കെ പോട്ടെ, ഡാഡി എവിടെ? അമ്മ ഉരുട്ടിവിട്ടത്. നീ എന്താ ആമി പറയുന്നത്? അല്ല, ആകെ ഒരു മാറ്റം, അതാ ചോദിച്ചത്. ഞാൻ കരുതി തലയെവിടെയും ഇടിച്ചാകെ കിളിപോയെന്ന്. ഈ പെണ്ണ് എന്ന് പറഞ്ഞ് രാജ തല്ലാൻ കൈയോങ്ങിയതും ആമിയോടി ലക്ഷ്മിയുടെ അടുത്ത് ചെന്നു. ചേച്ചി, അഭിയേട്ടന് നടുവേദന കുറവുണ്ടോ? പാവം നൊന്ത് കാണും. കിടക്കുവാ? ആ, കിടക്കുന്നു. എങ്കിൽ ഞാൻ ചെന്ന് കണ്ടിട്ട് വരാം. എൻ്റെ ആമി, അവനവിടെ കിടന്നോട്ടെ. അമ്മ ഇതിൻ്റെ ഇടയിൽ വരണ്ട. ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് കുറച്ചു നേരം പോയിരിക്കട്ടെ. ചേച്ചി വരുന്നോ? ഇല്ല, ആമി മോള് പോയിട്ട് വാ. അഭിയേട്ടന് നല്ല സങ്കടമുണ്ട് അമ്മേ. മുകളിലേക്ക് പോയ ആമിയെ നോക്കി ലക്ഷ്മി പറഞ്ഞു. എനിക്കറിയാം മോളെ, പെൺകുട്ടികൾ വീടിൻ്റെ വിളക്കാണ്. ആമി പോയാൽ ഇവിടുത്തെ പകുതി അനക്കം പോകുമെന്ന്. മടിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. അവൾ പറഞ്ഞ പോലെ സഞ്ജു ആയത് അത്രയും സമാധാനം. പിന്നെ ഇപ്പം മോളുണ്ടല്ലോ, നിങ്ങൾ രണ്ടാളും എനിക്കൊരുപോലെയാ. ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാജി പറഞ്ഞത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അഭിരാമി വർമ്മ. സഞ്ജുവിൻ്റെ വിളി കേട്ട് ആമി അങ്ങോട്ട് നോക്കി. എന്താ സഞ്ജു ഏട്ടൻ, പേര് വിളിച്ച് പഠിക്കുവാണോ? അല്ലടി, വെറും 2 ആഴ്ച. അത് കഴിഞ്ഞാൽ ഈ പേര് മാറില്ലേ? പിന്നെ നീ അഭിരാമി സഞ്ജീവ് എന്ന ഒരു ഗുമ്മ്. പിന്നെ അത്രയൊന്നുമില്ല, എങ്കിലും കൊള്ളാമെന്നേ ഉള്ളൂ. അത് പോട്ടെ, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? ജൂലി എവിടെ ആമി? എന്താ വിളിക്കണോ? അയ്യോ ചതിക്കരുത്, കടി കൊള്ളാൻ വയ്യ. അതിനെവിടെ നിർത്തി നീ അങ്ങോട്ട് വന്നാൽ മതി. സോറി സഞ്ജുവേട്ട, അവളെ കാണാതെ എനിക്ക് പറ്റില്ല. ഈശ്വര, പട്ടിയുടെ കടി കൊണ്ട് ഞാൻ ചാവും. നിന്റെ മുഖം എന്താ വല്ലാതെ? നീ കരഞ്ഞോ? എന്താ ആമി? സഞ്ജുവിൻ്റെ ഗന്ധവും നിശ്വാസവും അടുത്ത് വന്നതും അറിഞ്ഞു. ആമി തൻ്റെ തല ഉയർത്തി. എന്താ മോളെ നിനക്ക് പറ്റിയേ? നിനക്ക് ഈ കല്യാണം ഇപ്പോൾ വേണ്ട എന്നാണോ? അവൻ്റെ ദയനീയമായ മുഖവും സംസാരവും കേട്ട് ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്തിനാ ആമി കരയുന്നത്? എന്തു പറ്റി? നിനക്കെന്തേലും എന്നോട് പറയാനുണ്ടോ? ഉണ്ടെന്ന മട്ടിൽ ആമി തൻ്റെ തലയനക്കി. എങ്കിൽ പറ, എന്താ കാര്യം? സഞ്ജുവേട്ട, ഇത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നാം. പക്ഷേ എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണിത്. ഇതുവരെ ആരും കേൾക്കാത്ത വിചിത്രമായൊരാഗ്രഹം. അത് കേട്ടിട്ട് സമ്മതമെങ്കിൽ ഡാഡി പറഞ്ഞ സമയത്ത് ഞാൻ സഞ്ജുവേട്ടൻ്റെ ഭാര്യയാവും. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം നിറവേറുന്നവരെ സഞ്ജുവേട്ടൻ കാത്തിരിക്കണം. എന്താ നിൻ്റെ അത്ര വലിയ ആഗ്രഹം?
സഞ്ജുവേട്ടൻ ഭർത്താവുന്നതും നമ്മുടെ കുഞ്ഞിൻ്റെ അച്ഛനാവുന്നതുമൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നില്ലേ? എന്ത് ചോദ്യമാണ് ആമി ഇത്? നമ്മുടെ കുഞ്ഞ് നിന്റെ ചൂടിൽ നിന്റെ മാറിലൊട്ടി ഉറങ്ങുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ? പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ അഭിയേട്ടൻ്റെ ചോരയാവണം എൻ്റെ നെഞ്ചിലെ ചൂടാദ്യം അറിയേണ്ടതെന്നാണ്. അത് മോനാണേലും മോളാണേലും എൻ്റെ ഈ നെഞ്ചിൽ എനിക്ക് ചേർത്ത് വയ്ക്കണം. കുഞ്ഞിലെ അഭിയേട്ടൻ എന്നെ ചേർത്ത് വെച്ച പോലെ അതുപോലെ എനിക്ക് സ്നേഹിക്കണം ആ കുഞ്ഞിനെ. അച്ഛൻ പെങ്ങളായില്ല, ആ കുഞ്ഞിൻ്റെ അമ്മയായി എൻ്റെ കുഞ്ഞിനെ പോലെ അല്ല, അതിലും മേലെ. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ സഞ്ജുവേട്ടന് എന്നോട് ഒത്തിരി ദേഷ്യം തോന്നാം. കാരണം ഞാൻ നിഷേധിക്കുന്നത് നിങ്ങളിലെ പുരുഷൻ്റെ സ്വപ്നത്തെയാണ്. സോറി സഞ്ജുവേട്ട, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയി ആ നിമിഷം. ആമിയുടെ ഒഴുകിറങ്ങിയ കണ്ണുനീർ തുടച്ച് സഞ്ജു അവളെ ചേർത്ത് നിർത്തി. ഇതാണോ നിന്റെ വലിയ ആഗ്രഹം? അവൻ്റെ കുഞ്ഞ് നമുക്ക് നമ്മുടെ സ്വന്തം കുഞ്ഞ് തന്നെയല്ലേ? നീ പറഞ്ഞ പോലെ നിന്റെ നെഞ്ചിൽ ആദ്യം ചേർത്ത് വെക്കേണ്ടത് അവൻ്റെ കുഞ്ഞിനെ തന്നെയാണ്. അത്രയും അഭി നിന്നെ സ്നേഹിക്കുന്നു. അതിന് എത്ര വർഷം കഴിഞ്ഞാലും അവൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ വന്നതിന് ശേഷം മാത്രം നമ്മുടെ കുഞ്ഞ് വരൂ, പോരെ? സോറി സഞ്ജുവേട്ട, അത്രയും ഞാൻ ആ മുഹൂർത്തം കൊതിക്കുന്നു. എൻ്റെ അഭിയേട്ടൻ്റെ ചോര എൻ്റെ ഈ കയ്യിൽ ആ കുഞ്ഞിളം നെറ്റിയിൽ അമർത്തി ഉമ്മ കൊടുക്കുന്ന ആ നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം. എന്നോട് ദേഷ്യമുണ്ടോ സഞ്ജുവേട്ടന്? അഭി, അവന് നീ എന്ന് വെച്ച ജീവനാണ്. നാളെ അവനൊരു മകളുണ്ടായാലും നിന്നെ അവൻ്റെ നെഞ്ചിൽ ചേർത്തു നിർത്തിയ ശേഷം മാത്രമേ ആ കുഞ്ഞിനെ പോലും ചേർത്തു നിർത്തിയൂ. അഭിരാം വർമ്മ ആ നെഞ്ചിലെ ഓരോ തുടിപ്പും എനിക്ക് നേരിട്ടറിയാം. നീ കരയാതെ നിന്റെ ആഗ്രഹം ഉടൻ നടക്കും. അത് സഞ്ജുവേട്ടൻ എങ്ങനെ അറിയാം? എൻ്റെ ചങ്കായതുകൊണ്ട് പറയുന്നതല്ല. ചെയ്യുന്ന ജോലിയോട് അവന് നല്ല ആത്മാർത്ഥത കൂടുതലുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഇതും. അത് പറഞ്ഞ ആമി ദേഷ്യത്തിൽ അവനെ നോക്കി. നീ എന്തിനാ ഇത്ര നോക്കി പേടിപ്പിക്കുന്നേ? ഞാനെന്തു പറഞ്ഞു? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിയേട്ടനെ പറ്റി എന്നോട് കുറ്റം പറയരുതെന്ന്. എന്തു കുറ്റം ഞാൻ പറഞ്ഞേ? ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ലോകത്ത് നിനക്ക് മാത്രമാണല്ലോ ആങ്ങള. ഇതിനൊക്കെ ഏതു നേരത്തെ എനിക്ക്? അത് പറഞ്ഞ ദേഷ്യത്തിൽ സഞ്ജു മുറി വിട്ടു. ഒരു ചിരിയോടെ ആമി അത് നോക്കി നിന്നു. അഭിറാം എന്ന പേരെഴുതിയ ഒരു മാല തൻ്റെ കഴുത്തിൽ വീണതറിഞ്ഞ് ലക്ഷ്മി തിരിഞ്ഞു നോക്കി. തൻ്റെ നെഞ്ചിന് ചേർന്ന് താലിക്കൊപ്പം കിടന്ന ആ പേരിൽ വിരലോടിച്ച് അവൾ തിരിഞ്ഞു നിന്നു. പിന്നിൽ നിന്ന് അഭി അവൾക്ക് മനോഹരമായൊരു പുഞ്ചിരി സമ്മാനിച്ചു. എന്താണ് അഭിറാം വർമ്മ, ഒരു ചിരിയൊക്കെ? അഭി ലക്ഷ്മിയെ ചേർത്ത് നിർത്തി. അത് അവളും ആഗ്രഹിച്ച പോലെ ഒരു ചിരിയോടെ ലക്ഷ്മി അവനിലേക്ക് ചേർന്നു നിന്നു. എന്ത്, എനിക്ക് ചിരിക്കണ്ടേ? എൻ്റെ ചിരി എന്ത് സൂപ്പറാണെന്നോ? ആത്മപ്രശംസ എനിക്ക് തോന്നിയില്ല. ചിരി കൊള്ളാം, കുഴപ്പമില്ല. പുച്ഛം. പക്ഷേ ക്രിസ്റ്റി പറഞ്ഞതെൻ്റെ ചിരി സൂപ്പറാണെന്നാണ്. പാവം, അതിൻ്റെ കണ്ണത്ര ശരിയല്ല. ഇതിപ്പോൾ എന്താ? ആനയുടെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് പോലെ. എന്താ, ഇഷ്ടമായില്ലേ? എങ്കിടണ്ട. തന്നിൽ നിന്ന് അകന്നു മാറി അവനെ പോവാൻ അനുവദിക്കാതെ ലക്ഷ്മി ചേർത്തു പിടിച്ചു. എൻ്റെ ഈ ശരീരത്തിലെ ഓരോ അണുവിലും അലിഞ്ഞു ചേർന്നത് ഈ പേരാണ്. ഇനി പൊന്നിൽ പൊതിഞ്ഞ് ഈ പേരെന്തിനാ? അല്ലാതെ ഇഷ്ടമാവാതെയല്ല. അവളെ ചേർത്ത് അഭി ആ നെറുകയിൽ ചുണ്ടമർത്തി. അവളിലേക്കൊരു മഴ പോലെ പെയ്തിറങ്ങാൻ അവൻ അവളെ തന്നോട് കൂടുതൽ ചേർത്തു നിർത്തി. അഭിയേട്ടാ, ലക്ഷ്മിയുടെ ഒച്ചത്തിലുള്ള വിളിയേട്ട് അഭി റൂമിൽ വന്നു. എന്താ നിനക്ക്? ആമിയായിരുന്നു ഇങ്ങനെ ഞാൻ ജിമ്മിൽ കയറുന്ന ഉടൻ. എന്താ കാര്യം? അഭിയേട്ടൻ ഈ ന്യൂസ് പേപ്പർ കണ്ടോ? എന്താ അതിൽ? ഞാൻ പേപ്പർ നോക്കാൻ ടൈമായില്ല. നീ പറ. ആ അലക്സും ലിബിനും ജോയിനും മരിച്ചു എന്ന്. ഇതൊക്കെ ആര്? അഭിയേട്ടൻ അറിയില്ലേ? അവർ 3 പേരും ചേർന്ന് അമ്മുവിനെ. അവരാണോ? ആരെയും തല്ലിക്കൊന്ന് കാണും. കയ്യിലിരിപ്പതല്ലേ? കൊന്നത് തന്നെ. പക്ഷേ സൂര്യ, അവൾ എന്തിനാവും ഇവരെ? അവർ തമ്മിൽ എന്താ ഒരു ബന്ധം? അവൾക്കൊത്തിരി ക്രിമിനൽ ബന്ധമുണ്ട്. അങ്ങനെ എന്തേലും ആവും. നീ എൻ്റെ കോഫി താടി. എൻ്റെ അഭിയേട്ട, അവരെ പൊക്കി 2 ഇടി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? ആ സൂര്യ, എനിക്കിപ്പോൾ അവളോട് ബഹുമാനമാണ്. ഒരു അഭിരാം വർമ്മ കുറേ മസിലും ഉരുട്ടി നടക്കാൻ കൊള്ളാം. നീയാള് കൊള്ളാം. ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഇടി കൊണ്ട് അവൻ ചത്തേനെ. ഒന്ന് പോ മനുഷ്യ, ഇതൊക്കെ ആരേലും പറയണോ? ആ സൂര്യ എത്ര നല്ല കാര്യമാണ് ചെയ്തത്. തന്നെ വഴക്ക് പറഞ്ഞ് പുറത്തേക്ക് പോയ ലക്ഷ്മിയെ ചിരിയോടെ അഭി നോക്കി നിന്നു.